ഇന്നുണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്ക് ബോക്സിലോ ഒക്കെ നമുക്ക് കൊടുത്തേക്കാം. ഓഫീസിലേക്കാണെന്നുണ്ടെങ്കിലും കൊണ്ടുപോകാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കിഡ് ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, ബോൺലെസ് ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എല്ലുള്ളതാണെങ്കിൽ ഇത് വെന്തതിന് ശേഷം ആ എല്ലൊക്കെ ഒന്ന് മാറ്റി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ സെയിം പ്രഷർ കുക്കറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ആ ഒരു ചിക്കനും ഉരുളക്കിഴങ്ങും കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളകും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂണോളം അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അതായത് ചിക്കൻ ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ട ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 2 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും നല്ല വലിപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കുറേ സമയത്തേക്ക് വിശക്കൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇനി ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആവുന്ന ഒരു രീതിയിലല്ല കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തത് കൊണ്ട് തന്നെ 1 കപ്പിൻ്റെ അടുത്താണ് വെള്ളം എനിക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാവുന്നതുള്ളൂ. നിങ്ങൾക്കിത് രാവിലെ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിപ്പോൾ തലേ ദിവസം ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും കേട്ടോ. അതെ, ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് ആവശ്യം ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാളയും കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്താൽ മതിയാവും. ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സവാള മുറിച്ചെടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തൊക്കെ, അതായത് സ്കൂളിലേക്ക് കൊടുത്തേക്കാനോ ഓഫീസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസാലയാണെന്നുണ്ടെങ്കിലും തലേദിവസം റെഡിയാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജസ്റ്റ് ഉണ്ടാക്കൽ മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ടാപ്പിൻ്റെ താഴെ വെച്ചിട്ട് പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ചെടുത്ത ആ ഒരു വെള്ളം, അത് നമുക്ക് ഒന്നില്ലെങ്കിൽ സൂപ്പുകളിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുത്തില്ലേ, ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുത്തില്ലേ, അതിൽ വെള്ളത്തിന് പകരം ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം ആഡ് ചെയ്യാം കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും ചേർക്കരുത്. അങ്ങനെ വേണമെങ്കിൽ കുഴച്ചെടുക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ കറികളിലോ ഒക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബിരിയാണിയിലോ പുലാവിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് മുറിച്ചതും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില, മല്ലിയില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മുറിച്ച് ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് മാറ്റി വയ്ക്കുക. എല്ലാം മുറിച്ച് തന്നെ ചേർക്കുക ചെറുതായിട്ട്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതാണ് സവാളയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ.
കണ്ടില്ലേ? അപ്പോൾ അത് വഴറ്റിയെടുക്കണ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഞാനിതൊരു വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറിലോ എങ്ങനെയെങ്കിലും ഇതൊന്ന് എന്താ പറയുക ഒന്ന് മുറിച്ചെടുക്കുകയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് മിൻസ് ചെയ്തെടുക്കുക, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇതേ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണുള്ളതാണെങ്കിൽ ആ ബോണൊക്കെ ഒന്ന് മാറ്റി കളയാവുന്നതുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതേ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങാണുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം കേട്ടോ ഉരുളക്കിഴങ്ങിൽ. അല്ലെങ്കിൽ പിന്നെ അത് ഒരുപാട് സമയം ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയുടെ കൂടെ കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതിൻ്റെ ആ ഒരു വെള്ളമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മാറി വരണം. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കണത് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പോയി വരണുണ്ടോ, അത്രയും മതിയാവും. ഇതിലിപ്പോൾ എല്ലാം കുക്കായിട്ട് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കണത്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. അവസാനം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ താഴെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് വരുമല്ലോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ സാധാരണ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതിനേക്കാളും, അതായത് ഇപ്പോൾ 2 വലിയ ചപ്പാത്തി ഉണ്ടാക്കണ ആ ഒരു അളവിലുള്ള ഗോതമ്പ് മാവ് തന്നെ കുഴച്ചത് എടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതായത് വലുതായിട്ടല്ല, ഇതുപോലെ ഒന്ന് കുറച്ച് കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കണം. നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഫില്ലിങ് ഒന്ന് തണുത്തിട്ടുണ്ടാവണം കേട്ടോ. തണുത്ത ഫില്ലിങ് ആയിരിക്കണം ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുക കേട്ടോ. ഇനി അതൊന്ന് ഇതുപോലെ കൈവച്ചൊന്ന് ഒതുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ആലു പറാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഗോബി പറാത്ത അതുപോലെ സ്റ്റഫ്ഡ് പറാത്തകളൊക്കെ ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അത് എളുപ്പമായിട്ട് തന്നെ വരും കേട്ടോ. അതിനുശേഷം അത് കൈവച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ക്ലോസ് ആയിട്ട് തന്നെ വരണം, അല്ലെങ്കിൽ നമ്മളിത് പരത്തണ സമയത്ത് തുറന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിക്നെസ്സിലല്ല പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ പറാത്തിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു തിക്നെസ് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. എല്ലാവിടെയും ഈവനായിട്ട് ഇത് സ്പ്രെഡ് ആവണ ഒരു രീതിയിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്ത ഭാഗം താഴേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കണത്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ക്ലോസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് തട്ടിക്കളയുക. അതിനുശേഷം ചൂടായിട്ടുള്ള തവയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് ആ ഒരു ഭാഗത്ത് എണ്ണ നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണയല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരു സ്പൂണോ ബ്രഷോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവിടെയും. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക.
ആ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എണ്ണ ഇതുപോലെ കുറച്ച് എണ്ണ മതിയാവും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ഈവനായിട്ട് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പറാത്ത നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതിപ്പോൾ വെന്ത് വന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫില്ലിങ് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പറാത്ത എന്തായാലും ആരും കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവിടെയും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഹെവിയാണ് കേട്ടോ. ഒരെണ്ണത്തിൽ കൂടുതലൊക്കെ കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ സമയത്തേക്ക് പിന്നെ നമുക്ക് വിശക്കൊന്നുമില്ല. നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.